നമസ്കാരം. സുനിത കുക്കൂസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് നല്ല ടേസ്റ്റിയും അതേസമയം ഹെൽത്തിയും ആയിട്ടുള്ള ഒരു തീയലാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ചേമ്പിന്റെ തണ്ട് കൊണ്ടുള്ള ഒരു തീയലാണ് കേട്ടോ, കരിഞ്ചേമ്പിന്റെ തണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു മൺചട്ടിയിൽ അടുപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. എന്നിട്ടത് ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു, കറിവേപ്പില ചേർത്തു, ചെറിയ ഉള്ളി അരിഞ്ഞത് അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു. ഒന്നങ്ങ് ഇളക്കി കൊടുത്തേ. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി നാകണം കേട്ടോ. ഇനി ഞാനിത് ഒരു ചെറിയ പാത്രത്തിലേക്കൊന്ന് കോരി വെക്കുകയാണ്. കുറച്ച് നമുക്ക് അവസാനം കറിയുടെ മുകളിലൊന്ന് ഒഴിക്കാനായിട്ടാണ് കേട്ടോ അത്. അപ്പോൾ ഫോട്ടോയ്ക്കൊക്കെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ അപ്പോഴ് കടുക് വറക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഈ കടുക് വറക്കുന്നതിന് കുറച്ചങ്ങ് മാറ്റി വെച്ചു. അതിനുശേഷം ബാക്കി ഉണ്ടായിരുന്ന ആ എണ്ണയിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ. അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് അങ്ങ് ചേർത്ത് കൊടുത്തു. ഇതിനൊന്നും പ്രത്യേക ഒരു കണക്കൊന്നുമില്ല, നമ്മുടെ ആവശ്യത്തിന് എടുക്കാം നമുക്കിതൊക്കെ. കുറച്ച് ഒരു 4 പച്ചമുളക് കൊണ്ട് അതുകൂടെ ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യാണ്. ഇതുപോലെ തീയലും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അടുപ്പിൽ തന്നെയായിട്ടോ ചെയ്യുന്നത്. ഇത് വേണ്ട ഞാൻ തീയലിനുള്ള കൂട്ട് വറുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് മുമ്പൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. ഇതിലേക്ക് ഇനി ഇതിന് ചേർത്തിട്ടുള്ളത് കറിവേപ്പില, ഉലുവ, തേങ്ങ ഇത്രയുടെ കൂട്ടി വറുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ എടുത്തിട്ട് ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കും ഞാൻ. എന്നിട്ട് തണുത്തിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കും കേട്ടോ. ആ അരപ്പാണ് ഇപ്പം ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് അരിഞ്ഞു വെച്ച ചേമ്പിന്റെ തണ്ടങ്ങ് ചേർത്ത് കൊടുത്തു. ചേമ്പ് നേരത്തെ കണ്ടല്ലോ അല്ലേ, സ്റ്റാർട്ടിങ്ങിൽ ചേമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മഴ പെയ്യുന്ന സമയത്താണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്തുകൊണ്ട് വന്നത്. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്നിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്. ഇത് നല്ലതുപോലെ ഒന്നും അങ്ങ് പാടണം കേട്ടോ, ചേമ്പിന്റെ തണ്ട്. ഞാൻ ആദ്യമൊക്കെ ഇതിങ്ങനെ തീയൽ വയ്ക്കുമ്പോഴത്തേക്കും നല്ലപോലെ അങ്ങ് പാടത്തില്ലായിരുന്നു. അപ്പോൾ നല്ല പോലെ ഒരു പ്രാവശ്യം ഞാൻ വാട്ടി കഴിഞ്ഞപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് വാടി വരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ചട്ടിയിലാണെങ്കിലും അടിക്കൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അടിക്ക് പിടിക്കാതെ നമ്മൾ ഇളക്കിയെടുക്കണം. അടിക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ കറിക്ക്. നന്നായിട്ട് ഇതെല്ലാം ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മതി. കാരണം നേരത്തെ നമ്മൾ തേങ്ങാക്കൂട്ടില്ലേ അതിൻ്റെ കൂടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് അരച്ച് എടുത്താണ് കേട്ടോ അത്. എന്നിട്ട് ഇപ്പം കുറച്ച് ഇതിലൊന്നൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂണോളം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാണ്. അതൊന്നങ്ങ് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് വാളംപുളി പിഴിഞ്ഞ് ചേർക്കണം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യണേ. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് അതൊന്ന് അടച്ചു വെക്കും കേട്ടോ. അപ്പോൾ ആ ചേമ്പിന്റെ തണ്ടിലൊക്കെ ആ പുളി ഒന്ന് പിടിച്ചിട്ട്, ഒരു പക്ഷെ ചൊറിയുന്ന ചെറിയ ചില ചേമ്പുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഉള്ളതാണെങ്കിൽ ആ ചൊറിച്ചിലുണ്ടാവില്ല നമുക്ക് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ. വളരെ എളുപ്പമാണ്. ഇതൊന്ന് അരിയുന്നൊരു താമസം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക്. പിന്നെ ഞാനിതുപോലെ തേങ്ങ വറുത്ത് വയ്ക്കുന്നതുകൊണ്ട് തന്നെ
എനിക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ തീയലൊക്കെ വെക്കാനായിട്ട് കഴിയാറുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ തേങ്ങ മിക്സ് ചെയ്ത് ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്. ഒരല്പം വെള്ളം കൂടെ വേണം കേട്ടോ ഇതിൽ. കാരണം എന്താ, കനലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് കുറുകി വരും കേട്ടോ. ഞാനിതിപ്പോൾ രാത്രിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിഴല് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ചിലതൊക്കെ ചേർക്കുന്നുണ്ട്. നിഴല് ഞാൻ അങ്ങനെ രാത്രിയിൽ ഇതുവരെ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. ഇതിപ്പോൾ നമുക്ക് പിന്നെ കറണ്ടിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു പകലൊക്കെ. അതുകൊണ്ടാണ് ഇത് രാത്രിയിലത്തേക്ക് മാറ്റിയത് കേട്ടോ. അപ്പോൾ നിഴല് ഇങ്ങനെ തട്ടുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് രണ്ട് സൈഡിൽ ഞാൻ ചിലതൊക്കെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യണേ. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ അതാ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ല അടിപൊളി മണമാണ് കേട്ടോ. കിച്ചണിൽ നല്ല സൂപ്പർ മണമാണ്. ഈ കറിവേപ്പിലയും കൂടെ ഒക്കെ ചേർത്തല്ലേ നമ്മൾ തേങ്ങ തീയൽ കൂട്ട് അരച്ച് വെച്ചിട്ടുള്ളൂ, വറുത്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. ഉപ്പും പുളിയൊക്കെ നല്ല പാകത്തിനായിരുന്നു കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ കനലിൽ കിടക്കട്ടെ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ തീയൽ റെഡിയായി. ഇനി നമ്മൾ നേരത്തെ കടുക് വറുത്തത് കോരി മാറ്റി വെച്ചിട്ടില്ലായിരുന്നു, അതങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അതാ നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അപാര ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഇങ്ങനെ വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്